മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ രാജ്ഭവനിൽ നടന്ന കൂടിക്കാഴ്ച പൂർത്തിയായി. കൂടിക്കാഴ്ച ഒരു മണിക്കൂറിലധികം നീണ്ടു. അരുൺ നൽകും വിവരങ്ങൾ. അരുൺ, മുഖ്യമന്ത്രി വന്നു, ഗവർണറെ കണ്ടു, കൂടിക്കാഴ്ച നടത്തി. നമുക്കറിയേണ്ടത് പ്രശ്നപരിഹാരമുണ്ടായോ, അല്ലെങ്കിൽ എപ്പോഴത്തേക്കുണ്ടാകും, എന്താണ് അറിയാൻ സാധിച്ചത്? ഒരു മണിക്കൂറിലധികം നീണ്ട കൂടിക്കാഴ്ചയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങൾ അരുൺ, മുഖ്യമന്ത്രി ഗവർണറുമായി ഒരു മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയാണ് നടത്തിയത്. പ്രശ്നപരിഹാരം ഉണ്ടാകുമോ എന്നായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയത്. എന്താണ് അറിയാൻ സാധിച്ചത്? വിവരങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയാണ്. കാരണം സർക്കാരും ഗവർണറും തമ്മിൽ വലിയ പോരാണ്. സർവകലാശാലകൾ വലിയ ഭരണ പ്രതിസന്ധിയിലാണ്. കേരള സർവകലാശാലയിൽ ആഴ്ചകൾ നീണ്ടുനിന്ന സമരം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് 20 ദിവസത്തിന് ശേഷം വൈസ് ചാൻസലറോടെ എത്തിയത്. ഭാരതാംബ വിഭാഗത്തിൽ മന്ത്രി പി പ്രസാദിന്റെ രാജ്ഭവനിൽ നടത്തിയ പരിപാടി മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ വിവാദമാണ്. അത് വലിയ രാഷ്ട്രീയ തർക്കത്തിലേക്ക് പോയിരുന്നു. പ്രതിസന്ധി പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. സർവകലാശാലകളിൽ പുതിയ വീട്ടുമാരെ നിയമിക്കാനുള്ള നീക്കം ഒരു സർക്കാർ ആരംഭിച്ചേക്കും. 1 മണിക്കൂറും ഏതാണ്ട് 3 മിനിറ്റുമാണ് മുഖ്യമന്ത്രിയും ഗവർണറും ചർച്ച നടത്തിയത്. മറ്റാരും അവർക്കൊപ്പം ഇല്ലായിരുന്നു എന്നാണ് രാജ്ഭവൻ വ്യക്തമാക്കിയത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ്. ഒരുപക്ഷെ ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാനുള്ള നിർണായകമായ തീരുമാനം ഉണ്ടായേക്കാം. വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾ ഗവർണർ ഒപ്പിടാതെ ഇപ്പോഴും പിടിച്ചു വച്ചിട്ടുണ്ട്. അതിലും സർക്കാർ നിലപാട്, സർക്കാരിന്റെ ആവശ്യം മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളതാണ് സൂചന. എന്താണ് ഗവർണർ സ്വീകരിക്കുന്ന നിലപാട്? 2 പക്ഷത്തിലും ഇതൊരു സമവായ പാതയോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന നിലപാടുണ്ട്. അങ്ങനെയെങ്കിലും ഒരു പക്ഷേ ഈ പ്രശ്നങ്ങൾ അവസാനിച്ചേക്കാം. കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ അധികം വൈകാതെ രവി ഭാഗവത് പ്രതീക്ഷിക്കും. നന്ദി. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. ധർമ്മസ്ഥലയിൽ സ്ത്രീകൾ ഉൾപ്പെടെ 100-ലധികം പേരുടെ മൃതദേഹം മറവ് ചെയ്തെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച സർക്കാർ. ഡിജിപി പ്രണബ് മൊഹന്തി പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകും. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, ദുരൂഹത നീങ്ങും എന്നുള്ള പ്രതീക്ഷയാണ്. എന്തായാലും പുതിയ SIT രൂപീകരിച്ചിരിക്കുന്നു. അതും DGPയുടെ നേതൃത്വത്തിലാണ്. സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടൽ നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ?